ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കർണാടകയിൽ HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ PV അൻവർ MLAയ്ക്ക് ജാമ്യം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പോയിന്റ് നിലയിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല. തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടിയിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കർണാടകയിൽ HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 3ഉം 8ഉം മാസം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. ഇരുവരും സുഖം പ്രാപിച്ച് വരികയാണ്. വിദേശ യാത്രാ ചരിത്രമില്ലാത്ത കുട്ടികളിൽ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയുൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും HMPV ഇതിനകം തന്നെ എത്തിയിരിക്കാമെന്നാണ് ICMRന്റെ നിഗമനം. രാജ്യത്ത് ശ്വാസകോശ രോഗബാധകളിൽ അസാധാരണമായ വർധന ഇതുവരെയുണ്ടായിട്ടില്ല. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലും നിരീക്ഷണം കർശനമാക്കിയത്. രാജ്യത്ത് HMPV വൈറസ് റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സംസ്ഥാനം ഇതിനകം തന്നെ മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം നിരീക്ഷിക്കും. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കുകയും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയും വേണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ PV അൻവർ MLAയ്ക്ക് ജാമ്യം. നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്ത MLAയെ കോടതി പിന്നീട് റിമാൻഡ് ചെയ്യുകയായിരുന്നു. പോലീസിന്റെ കസ്റ്റഡി ആവശ്യം നിരസിച്ചാണ് നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനം വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കിരീട പോരാട്ടത്തിനായി ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 157 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 625 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂരാണ് മുന്നിൽ. 622 പോയിന്റുമായി തൃശൂർ രണ്ടാമതും 617 പോയിന്റുമായി കോഴിക്കോട് മൂന്നാമതുമാണ്. സ്കൂളുകളിൽ 98 പോയിന്റുമായി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ BSS ഗുരുകുലം HSS ആണ് ഒന്നാമത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനവും വേദികളിൽ നിറഞ്ഞ സദസ്സിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, ചവിട്ടുനാടകം, മോണോ ആക്ട്, മൂകാഭിനയം എല്ലാം മികച്ച നിലവാരം പുലർത്തി. പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്തകലാരൂപമായ മലപുലയാട്ടം കലാസ്വാദകരിൽ കൌതുകമുണർത്തി. കലോത്സവത്തിന്റെ മികച്ച സംഘാടനവും കയ്യടി നേടുന്നുണ്ട്. മത്സരങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നതിലും മത്സരഫലങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിലും കുടിവെള്ള, ഭക്ഷണ വിതരണം, ആരോഗ്യ സംവിധാനം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നതിലുമുള്ള സംഘാടന മികവ് എടുത്തു പറയേണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്ഷണവേദി സന്ദർശിച്ചതായിരുന്നു കലോത്സവത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാനത്ത് പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,78,10,942 വോട്ടർമാരാണ് പട്ടികയിലുള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. 63,564 പേരാണ് പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റുകൾ സുരക്ഷാസേനയുടെ വാഹനത്തിന് നേരെ നടത്തിയ ലാൻഡ് ലൈൻ ആക്രമണത്തിൽ 8 ജവാന്മാർക്ക് വീരമൃത്യു. ബസ്തർ ഡിവിഷനിലെ അംബേലിക്ക് സമീപമാണ് സംഭവം. ദന്തേവാഡയിൽ നിന്നുള്ള ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിന്റെ 9ഓളം ജവാന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ മാവോയിസ്റ്റുകൾ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒരു ജവാനെ കാണാതായിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇടുക്കി പുല്ലുപാറയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് KSRTC 5 ലക്ഷം രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും KSRTC വഹിക്കും. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഗതാഗത മന്ത്രി ഉത്തരവിട്ടു. ഇന്ന് രാവിലെ ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർ മരിക്കുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടിയിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. സ്കൂളുകളെ വിലക്കിയ തീരുമാനം കുട്ടികളുടെ അവകാശത്തെ ഹനിക്കുന്നതാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. എറണാകുളത്ത് നടന്ന കഴിഞ്ഞ സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടും വിധത്തിൽ പ്രതിഷേധം നടത്തിയതിനാണ് തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയത്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് നാളെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദന് നിയമസഭാ അവാർഡ് മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിക്കും. ഈ മാസം 13 വരെ നീളുന്ന മേളയിൽ 160-ലേറെ ദേശീയ അന്തർദേശീയ പ്രസാധകർ അണിനിരക്കും. വികസിത ഭാരത് യുവനേതൃ സംഗമത്തിൽ പങ്കെടുക്കുന്ന കേരള സംഘത്തിന് നാളെ രാജ്ഭവനിൽ യാത്രയയപ്പ് നൽകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധികൾക്ക് ആശംസകൾ നേരും. മേരാ യുവ് ഭാരത് പോർട്ടലിൽ വിവിധ ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായ 39 പേരാണ് സംഘത്തിലുള്ളത്. ഈ മാസം 10, 11, 12 തീയതികളിൽ ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപിൽ സംഘം അവതരിപ്പിക്കും. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളിൽ ഒന്നായ എരുമേലി പേട്ടതുള്ളൽ ഈ മാസം 11-ന് നടക്കും. പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. തിരുവാഭരണ ഘോഷയാത്ര 12-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. 13-ന് പമ്പാസദ്യയും വിളക്കും നടക്കും. 14-നാണ് മകരവിളക്ക്. പത്തനംതിട്ടയിലെ അയിരൂർ കഥകളി ഗ്രാമത്തിൽ ഇനി കഥകളി മേളയുടെ 6 രാപ്പകലുകൾ. മേളയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കേരളം ലോകത്തിന് സമർപ്പിച്ച കലാരൂപമാണ് കഥകളിയെന്നും കേരളത്തിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത കലാ അനുഭവമാണ് അയിരൂർ കഥകളി മേളയിൽ നിന്ന് ലഭിക്കുന്നതെന്നും പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ പറഞ്ഞു. അയിരൂർ കഥകളി ഗ്രാമത്തിൽ പമ്പാമണൽ പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ 12 വരെ നടക്കുന്ന കഥകളി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പ്രശസ്ത കഥകളി നടൻ സദനം ഭാസിക്ക് 2024-ലെ നാട്യഭാരതി അവാർഡ് സമർപ്പണവും നടന്നു. 1000-ഓളം കലാകാരന്മാരാണ് മേളയിൽ പങ്കെടുക്കുക. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യം നിരാകരിച്ച ഹൈക്കോടതി വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്നും അവർ പ്രതികരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1258 പോയിന്റ് നഷ്ടത്തിൽ 77,964-ലും നിഫ്റ്റി 388 പോയിന്റ് ഇടിഞ്ഞ് 23,616-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 57,720 രൂപയും ഗ്രാമിന് 7,215 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ പട്ടികജാതി കമ്മീഷൻ സംസ്ഥാനത്തെ പട്ടികജാതി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന, അംഗങ്ങളായ ലവ്കുഷ് കുമാർ, വടേപ്പള്ളി രാംചന്ദർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ വിവിധ പദ്ധതികളുടെ പുരോഗതിയും നടപടികളും കമ്മീഷൻ വിലയിരുത്തി. കണ്ണൂർ ഇരിട്ടി കാക്കയങ്ങാട് മയക്കുവെടിവെച്ച് പിടികൂടിയ പുലിയെ ആറളം വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് ഇരിട്ടി സ്വദേശിയുടെ വീട്ടുപറമ്പിൽ പന്നിക്ക് വച്ച കെണിയിൽ പുലി കുടുങ്ങിയത്. സംസ്ഥാനത്ത് പുത്തൻ കൃഷിരീതികളിൽ കൃത്യമായ ഭൂവിനിയോഗത്തിന് ഏറെ പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂവിനിയോഗ ബോർഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച തെങ്ങ് അധിഷ്ഠിത ഭൂവിനിയോഗവും മാറുന്ന കാലാവസ്ഥയും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കർണാടകയിൽ HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ PV അൻവർ MLAക്ക് ജാമ്യം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പോയിന്റ് നിലയിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ ജില്ല. തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടിയിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.